KWA പൈപ്പിടുന്നതിനായി വെട്ടിപ്പൊളിച്ച റോഡുകൾ അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് CPIM കല്യാട് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണ്ണേരി ചേറ്റുവെട്ടി ബ്ലാത്തൂർ റോഡ് ജംഗ്ഷനിൽ പൈപ്പിടൽ പ്രവൃത്തി തടഞ്ഞു. പ്രവൃത്തിയുടെ ഭാഗമായി റോഡുകൾ വെട്ടിപ്പൊളിച്ചതും നീക്കം ചെയ്ത മണ്ണ് വീടുകൾക്ക് ഭീഷണിയാകുന്ന തരത്തിൽ കൂട്ടിയിട്ടിരിക്കുന്നതും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്നു. മഴക്കാലം അടുത്തെത്തിയിട്ടും അശാസ്ത്രീയമായ രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത് താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകൾക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീഴാനും വൻ ദുരന്തമുണ്ടാകാനും സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാരുടെ പരാതി. മലയോര മേഖലയിലാകെ കുടിവെള്ളം കൊടുക്കുന്നുള്ള ബൃഹത് പദ്ധതി ആരംഭിക്കുന്ന പടിയൂരുന്നാണ്. പഴശ്ശി റിസർവോയറിൽ നിന്നുള്ള വെള്ളം എടുത്ത് പോകാനുള്ള വലിയ പൈപ്പുകൾ നിർമ്മാണം പൂർത്തീകരിച്ച റോഡുകളുടെ വഴികളിൽ കീറി ആ പൈപ്പ് സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പൈപ്പുകൾ സ്ഥാപിച്ച സ്ഥലങ്ങളിലെല്ലാം മെക്കാഡം BMC ചെയ്ത റോഡുകളെല്ലാം വെട്ടിപ്പൊളിച്ച് അത് റീസ്റ്റോർ ചെയ്യുന്നതിനുള്ള ഒരു നടപടിയും കരാറുകാരും അതുപോലെ വാട്ടർ അതോറിറ്റിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതിനിടയിൽ ഈ പൈപ്പ് ലൈൻ പദ്ധതി കുറച്ചുകൂടി എളുപ്പത്തിൽ കൊണ്ടുപോകാൻ ഷോർട്ട് കട്ടായി ചേറ്റുവെട്ടി ബ്ലാത്തൂർ റോഡ് പഞ്ചായത്തുമായി സംസാരിച്ച് അതൊരു അധികം ജനവാസമില്ലാത്ത ഒരു മേഖലയായിരുന്നു. അതുകൊണ്ട് ആ റോഡ് ഉപയോഗിക്കട്ടെ എന്ന ധാരണ പഞ്ചായത്ത് ഭരണസമിതിയുമായി എത്തി. പഞ്ചായത്ത് സെക്രട്ടറിയുമായി ആ റോഡിലൂടെ ഒരു ബൈപ്പാസ് എന്ന നിലയിൽ പൈപ്പ് കൊണ്ടുപോകാൻ അനുവദിക്കുകയും ആ റോഡ് റീസ്റ്റോറേഷൻ റീടാറിങ് പൂർത്തീകരിക്കേണ്ട സമയം മാർച്ച് മാസം 15-ആണ്. മാർച്ച് മാസം 15-നും വർക്ക് വർക്ക് ആരംഭിക്കാനുള്ള ശ്രമം പോലും ഇല്ല. പിന്നെയും പൈപ്പിട്ട് പയ്യാവൂര് അങ്ങനെ വളരെ വിദൂര ദേശങ്ങളിലേക്ക് വർക്ക് നടന്നു പോവുകയാണ്. എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ ബൈപ്പാസ് റോഡിൽ വലിയ കുന്നിൻ ചെരുവാണ്. 3-4 വീടുകൾക്ക് വലിയ അപകടം ഉണ്ടാകാൻ വേണ്ടി പോകണം. മഴക്കാലത്ത് വലിയ മല പോലെ മണ്ണ് നീക്കി ഈ പൈപ്പ് ലൈന് കീറിയ ഭാഗത്തൂടെ വെള്ളമൊഴുകി വന്ന് 2-3 വീടുകൾക്ക് വലിയ നാശം ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് മാർച്ച് 15-നുള്ളിൽ ഇത് പൂർത്തീകരിക്കണം നിരന്തരം പഞ്ചായത്ത് ഭരണസമിതിയുടെ ആളുകളും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ ആളുകളെല്ലാം ആവശ്യപ്പെട്ടെങ്കിലും കോയാൻ കൺസ്ട്രക്ഷൻ ഈ വർക്ക് വളരെ ഡിലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് നമ്മൾ ഈ വർക്കുകൾ പൂർത്തീകരിച്ച് റീസ്റ്റോറേഷൻ നടത്താതെ ഇനി ഈ വർക്ക് നടത്തേണ്ടതില്ല, അനുവദിക്കേണ്ടതില്ല എന്നാണ് CPM എടുത്തിട്ടുള്ള തീരുമാനം. ഇടതുപക്ഷത്തെ എല്ലാ ജനവിഭാഗങ്ങളും ഈ സമരത്തിന് പിന്തുണയായിട്ടുണ്ട്. നാട്ടുകാരുടെ ആകെ പിന്തുണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ റീസ്റ്റോറേഷൻ വർക്ക് നടക്കാതെ ഈ പൈപ്പ് ലൈൻ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല. കാരണം ജനങ്ങൾക്ക് അവർക്ക് അപകട ഭീഷണിയുണ്ട്, വീടുകൾക്ക് നാശമുണ്ട്, റോഡുകളാകെ പൊട്ടിപ്പൊളിച്ചിരിക്കുകയാണ്. അപ്പം അതിനുള്ള സംവിധാനം ഉണ്ടാക്കിയേ ഇനി വർക്ക് നടത്താൻ പറ്റുമെന്നുള്ള അടിസ്ഥാനത്തിലാണ് ഈ സമരം ഇന്ന് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. അടിയന്തരമായി പൂർത്തീകരിക്കുന്നില്ലെങ്കിൽ പടിയൂർ പഞ്ചായത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഈ പ്രവൃത്തി തടയാനാണ് ഇവിടെ ഇടതുപക്ഷത്തിന്റെ തീരുമാനം എന്നുകൂടി അറിയിക്കുക. നിലവിൽ പ്രവൃത്തി പൂർത്തീകരിച്ച സ്ഥലങ്ങളിലെ തടസ്സങ്ങൾ നീക്കി പ്രദേശം സുരക്ഷിതമാക്കിയതിനു ശേഷം മാത്രമേ തുടർന്നുള്ള പ്രവൃത്തികൾ അനുവദിക്കൂ എന്ന നിലപാടിലാണ് പ്രാദേശിക നേതൃത്വവും ജനങ്ങളും. ഇതിന്റെ ഭാഗമായാണ് പൈപ്പിടൽ പ്രവൃത്തി തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധ സമരം സംഘടിപ്പിച്ചതും. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K. രതീഷ്, പടിയൂർ കല്യാട് പഞ്ചായത്ത് പ്രസിഡന്റ് T. ശ്രീജ, M. മോഹനൻ, B. രാമചന്ദ്രൻ, പ്രദീപൻ K, EV രമേശൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. വന്നിട്ട് ഇവരെ വീട്ടിലേക്ക് അടി, അവരെ കുടിവെള്ള കിണർ ഉൾപ്പെടെ മുമ്പ് അതിലൊരു സംശയമില്ല. അപ്പോൾ നിങ്ങൾ പോയി നോക്കിയാൽ അതിൻ്റെ ഭീകരത മനസ്സിലാവും. അതുകൊണ്ട് അവരോട് കഴിഞ്ഞ ദിവസമാണ് ഞാൻ പറഞ്ഞത്, അവരോട് ഇപ്പോൾ അയാൾ പിടിച്ചിട്ട് അയാൾ എടുക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അവസരം എടുത്തത്. അപ്പോൾ അയാളോട് ഞാൻ മിനിഞ്ഞാന്ന് അയാൾ എൻ്റെ മുമ്പിൽ വന്നതാണ്. ഇപ്പോൾ പട്ട സെക്രട്ടറി ഉൾപ്പെടെ ഞങ്ങൾ സംസാരിച്ചിട്ട് പെട്ടെന്ന് പണി തുടങ്ങണം എന്നാണ്. അയാൾ പണിക്കാരില്ല എന്ന് എനിക്ക് അസീസ് പറഞ്ഞു. നമുക്ക് പറ്റുക ചെയ്യേ, പ്രത്യേകിച്ച് വേനൽക്കാലമല്ല മഴക്കാലമാണ്. പണിക്കാരിപ്പോൾ ഇവർ മാത്രമേ ഉള്ളൂ, ഈ വെൽഡിങ്ങിന്റെ ഈ പണിക്കാരേ ഉള്ളൂ. അവരോട് ഞങ്ങൾ പണി നിർത്തി അൻപൂന്ന് പറഞ്ഞ അയാളെ പണി നിർത്തി. ഇനി തുടങ്ങണം ആ പണി ചൂരൽമലയിലാണ് ഞങ്ങളിപ്പം പഞ്ചായത്തിന്റെ അങ്ങ്